ഹേ ഓൾ, ഈ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ സൺഡേ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ ഫാമിലിയും അതുപോലെ തന്നെ റിഫൻ്റെ ഫാമിലിയും കൂടി നമ്മൾ പൊള്ളാച്ചിയിലെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ഡേ, അതായത് ഈ ഒരു ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെ മനസ്സും അതുപോലെ തന്നെ വയറും നിറഞ്ഞൊരു ദിവസം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ദിവസമായിരുന്നു. ഈ കാണുന്ന ലഗേജ് ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇവർ കൊടുന്നതാട്ടോ. അതോടൊപ്പം തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവരെ നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസത്തെ ഫുൾ ചെലവ് ഇവരെ വകയായിരുന്നു. അവരെന്നെ വന്നിട്ട് ചായ ഉണ്ടാക്കലും ചായ ഉണ്ടാക്കി തരലും പിന്നെ അതുപോലെ തന്നെ പായസം ഉണ്ടാക്കലും പിന്നെ അതാ ഇമ്മാൻ്റെ സ്പെഷ്യൽ പഴക്കേക്കാട്ടോ ഈ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ റിഫൻ്റെ അടിപൊളിയായിട്ട് പായസം ഉണ്ടാക്കുന്നുണ്ട്. മാമൻ എന്താ ചായ കുടിക്കണേ. ഫൈനും റൌഫും കൂടി ഇവിടെ ഇരുന്ന് ഗെയിം കളിക്കലും ഊഞ്ഞാലാടലും ഒക്കെ കൂടി ഇരുന്ന്. പിന്നുള്ളതാണ് നമ്മൾ കാര്യമായിട്ടുള്ള പരിപാടി ഇട്ടാ. മറ്റും നല്ല ഫുഡ് അടിയെ കണ്ടില്ലേ. റിഫൻ്റെ എൻ്റെ പിയും കൂടി ഇതാ ചെമ്പൊക്കെ പൊട്ടിക്കണ രംഗമാണ് ഈ കാണുന്നത്. ഇവര് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെമ്പ് പൊട്ടിച്ചപ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞു എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. കാരണം എന്താ, നല്ല അടിപൊളി കേരള സ്റ്റൈൽ ബിരിയാണി. പിന്നെ അതെല്ലാം തകൃതിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പേപ്പർ ഇടലും അതുപോലെ തന്നെ പ്ലേറ്റ് വെക്കലും ബാക്കിയുള്ള ഫുഡ് വിളമ്പലും കാര്യങ്ങളൊക്കെ ഇതാ എല്ലാവരും കൂടി സെറ്റാക്കുകയാണ്. പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടി നേർന്നിരുന്ന് ഫുഡ് അടിയൊക്കെ കണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ റിഫൻഡം ഉണ്ടാക്കി അടിപൊളി പായസം കൂടി ഉണ്ടായിരുന്നു. അതും കൂടി കുടിച്ചപ്പോൾ തന്നെ റാഹത്തായി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ എല്ലാവരും കൂടി ഇരുന്ന് സൊറ പറയലും പിന്നെ അപ്പാപ്പാക്ക് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇതായി ഇരിക്കണ ഈ പൊട്ടന്മാരെ കണ്ടപ്പോൾ ഞങ്ങൾ നെറ്റിയേ എന്താ ഒരു ഒത്തൊരുമ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകിട്ടുള്ള ചായ കൂടിയും പുറത്തെല്ലാവരും കൂടി ഇത് വർത്താനം പറയലും അതോടൊപ്പം തന്നെ ഊഞ്ഞാലാടലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആയിരുന്നു കേട്ടോ പിന്നെ നടന്നിരുന്നത്. പിന്നെ അസറൻസ്കാരം കൂടി കഴിഞ്ഞതിന് ശേഷം ഇവർ നേരെ തിരിക്കാനുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം വളരെ സ്പീഡിലായിരുന്നു പോയിരുന്നത്. പിന്നെ നമ്മളാണെങ്കിലും വളരെ എൻജോയ് ചെയ്ത് പറഞ്ഞാൽ നല്ല മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്തൊരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ.